ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ പോകും. 2025 ഞാനൊരു നോർമൽ ഫിസിക്കിലിരുന്ന ആളാണ്. നോർമൽ ഫിസിക്ക് ഒരു 30% ബോഡി ഫാറ്റുമായിട്ട് ഇരുന്ന ഒരാളാണ്. എനിക്കതിൽ നിന്ന് ചേഞ്ച് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറ്റ് മാറിയതോ വർക്കൗട്ട് മാറിയതോ ഒന്നുമല്ല. ഞാൻ അന്നേരം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഡയറ്റ് അത്ര നോക്കിയിട്ടില്ല, എന്നാലും വർക്കൗട്ട് ചെയ്യുമായിരുന്നു. 25 ജാനുവരിയിൽ ഞാൻ വേറൊരു ജിമ്മിൽ പോയി കയറി. അവിടെ എനിക്കൊരു ടീമിനെ കിട്ടി. ആ ടീമിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവരുടെ സ്റ്റൈൽ ഞാൻ കോപ്പി ചെയ്തു. അവരുടെ കൂടെ എനിക്കൊരു നല്ലൊരു കോച്ചിനെയും കിട്ടി. എനിക്ക് 26 ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഫിസിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റി. മനസ്സിലാവും? അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ജിമ്മ്, സെലക്ട് ചെയ്യുന്ന കോച്ച്, സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് പോലിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജേണി. ഏതെങ്കിലും ലോക്കൽ ജിമ്മിൽ 10 അല്ലെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ലോക്കൽ ജിമ്മിൽ ചെന്നിട്ട് ഒരു ലോക്കൽ കോച്ചുമായിട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഒരു ഇൻസ്പിറേഷനും കാണുകയില്ല. നമ്മൾ ചെല്ലുന്ന ഗ്രൂപ്പ് പോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജേണി. അതുകൊണ്ട് പറ്റുമെങ്കിൽ നല്ലൊരു ജിമ്മിൽ പോവുക, നല്ല ആൾക്കാരോടെ വർക്കൗട്ട് ചെയ്യുക. ഇതുമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. പലരും പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതിൻ്റെ മെയിൻ കാര്യമാണ്. ഈ ചില ട്രെയിനർമാരുമുണ്ട്, വയറും ചാടി ഒരു തരി മസിൽ കാണുകയില്ല, എന്നാൽ ഇവന്മാർ ട്രെയിനർമാരായിരിക്കും. നമ്മൾ മര്യാദയ്ക്ക് ജിമ്മിൽ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു ഇച്ചിരി വെയിറ്റ് പൊക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല, ഈഗോ അടിക്കും. ഇവന്മാർ ജിമ്മിൽ വന്നൊരു ഗ്യാരംസ് കളിയായിരിക്കും പിള്ളേരെയും കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവന്മാരുണ്ട്. അങ്ങനെയുള്ള ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. നല്ല കിള്ളും ജിമ്മിൽ പോവുക, നല്ല ട്രെയിനറെ കണ്ടുപിടിക്കുക, നല്ല പിള്ളേരുമായിട്ട് വർക്കൗട്ട് ചെയ്യുക, കിട്ടും. നല്ലൊരു ഫിസിക്ക് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, ബൈ.